നോർമലി ഒരു എക്സ്പോ എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റുഡൻറ്റ് ഒരുപാട് പ്രതീക്ഷയായിട്ട് എക്സ്പോ ഹാള് വിസിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും അവർക്ക് കിട്ടാതെ നോർമൽ കുറച്ച് കോഴ്സസിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അറിഞ്ഞ് പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ വിദ്യാഭ്യാസം എന്നല്ല, ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം, അവൻ്റെ കരിയർ സെറ്റ് ചെയ്യുമ്പോൾ വിദേശത്തെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വിദേശ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം സ്റ്റുഡൻറ്റ് ഇതിന് റിസർച്ച് ചെയ്ത് അവന് ആപ്റ്റായുള്ള കോഴ്സും യൂണിവേഴ്സിറ്റിയും തിരഞ്ഞെടുക്കാൻ സ്റ്റുഡൻറ്റിനെ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സ്പോയിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സ്റ്റുഡൻറ്റ് എക്സ്പോ ഹാളിൽ വരുമ്പോൾ അവൻ്റെ കരിയർ എങ്ങനെയാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം അസസ് ചെയ്ത് അവനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവൻ ഏത് മേഖലയായിരിക്കും നല്ലത് എന്നുള്ളത് അവൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവനെ സഹായിക്കുന്നു. അതിനുശേഷം ഈ മേഖലയിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് നല്ല കോഴ്സുകൾ കൊടുക്കുന്നത്, നല്ല യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ള അവനെ പരിചയപ്പെടുത്തുന്നു. ആ പരിചയപ്പെടുത്തലിന് ശേഷം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ട അക്കാദമിക് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ ബാക്കിയുള്ള എൻട്രി റിക്വയർമെൻറ്റ്സിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആ റിക്വയർമെൻറ്റ്സ് വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന നമ്മുടേതായ ഡിപ്പാർട്ട്മെൻറ്റ്സും യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും മീറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സപ്പോസ് അവന് വേണ്ടത് IELTS എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് അസസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ IELTS അല്ലെങ്കിൽ TOEFL അല്ലെങ്കിൽ PT പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയാൻ അവനെ കണക്ട് ചെയ്യിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിൻ്റെ ശേഷം ഈ അഡ്മിഷൻ ആയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്തായാലും സ്റ്റുഡൻറ്റിന് വേണം. ഈ ഫിനാൻഷ്യൽ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ബാങ്കുകൾ അവർക്ക് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മുടെ ഒരു കൺട്രിയിലേക്ക് പോകുമ്പോൾ ആ കൺട്രിയിൽ കോഴ്സ് കഴിഞ്ഞ് എന്താണൊക്കെ സാധ്യത എന്നുള്ളത് നമ്മൾ അവർക്ക് സ്റ്റുഡൻറ്റിന് അഡ്വൈസ് കൊടുക്കാനും അതിനുള്ളൊരു സിസ്റ്റം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടേതായിട്ടുണ്ട്, അവരെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ എക്സ്പോ ആളിലേക്ക് വരുമ്പോൾ ആ സ്റ്റുഡൻറ്റ് പ്രത്യേകിച്ചൊരു കരിയർ പ്ലാൻ ഇല്ലെങ്കിൽ കൂടി എക്സ്പോ ആൾ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും അവൻ്റെ കരിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്ത നമ്മൾ അവിടുന്ന് ഇട്ട് കൊടുക്കാൻ നമ്മൾ ഈ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊതുവേ ഒരു വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എക്സ്പോയിൽ വരുന്നൊരു ഫീൽഡിനപ്പുറത്ത് വിദേശ വിദ്യാഭ്യാസം പ്ലാൻ ചെയ്യാത്ത ഒരാൾക്കും അവൻ്റെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസ് മുതൽ, ഇനി അത് വിദേശ വിദ്യാഭ്യാസമാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതെങ്കിൽ നമുക്ക് ആ ഹാളിൽ നിന്ന് കിട്ടുന്ന വിധത്തിലാണ് ഇപ്രാവശ്യം ഡിസൈൻ ചെയ്തിട്ടുള്ളത്.